നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ്. തൃശൂർ രാമവർമ്മപുരത്തെ ചിൽഡ്രൻസ് ഹോമിൽ കുട്ടിയെ തലയ്ക്കടിച്ചു കൊന്നു. ഇന്ന് രാവിലെ ചുറ്റിക കൊണ്ടാണ് 17 വയസ്സുകാരനെ തലയ്ക്കടിച്ചു കൊന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ ചേരുന്നുണ്ട്. ആജ്ഞ, എന്താണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ച സാഹചര്യം? ആരാണ് മരണപ്പെട്ടത്? അഭിലാഷ്, രണ്ട് കുട്ടികൾ തമ്മിലുണ്ടായ ഒരു ചെറിയ തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് ഈ 17 വയസ്സുള്ള മരിച്ച കുട്ടി അങ്കിത് എന്നാണ് അവന്റെ പേര്. UP സ്വദേശിയാണ്. അവിടെ നിന്ന് ഇരിങ്ങാലക്കുട എത്തി താമസമാക്കിയ അങ്കിത് ഇവിടെ ചിൽഡ്രൻസ് ഹോമിൽ കഴിഞ്ഞ 2023 മുതൽ ഇവിടെ കഴിഞ്ഞ 2 വർഷമായിട്ട് ചിൽഡ്രൻസ് ഹോമിലുണ്ട്. ഈ അങ്കിതിനെ ഫേസ് വാഷ് ഉപയോഗിക്കുന്നു, അതല്ലെങ്കിൽ ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഏത് ഫേസ് വാഷാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞതിനുണ്ടായ ചെറിയ തർക്കമാണ്, ചെറിയ അസ്വസ്ഥതയാണ് വലിയ ഒരു ഈ മരണത്തിലേക്ക് അല്ലെ കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. കാരണം തലേ ദിവസം ഇവർ തമ്മിൽ, ഈ രണ്ട് കുട്ടികൾ തമ്മിൽ 15-കാരനായ പ്രതിയും അതുപോലെ 17 വയസ്സുള്ള അങ്കിതും തമ്മിൽ തർക്കത്തിലാകുന്നു. അങ്കിത് കൈ ചുരുട്ടി, മുഷ്ടി ചുരുട്ടി ഈ 15-കാരന്റെ മുഖത്തിടിക്കുന്നു. അത് രാത്രിയിൽ ഈ ചിൽഡ്രൻസ് ഹോമിലെ ആളുകൾ പറഞ്ഞ് രമ്യതയിൽ എത്തിച്ച പ്രശ്നമായിരുന്നു. അതേസമയം രാവിലെ അവന് എഴുന്നേറ്റ സമയത്ത്, അവന് പല്ല് തേച്ച സമയത്ത് അവന്റെ വാ നന്നായി മുറിയുകയും പല്ല് തേക്കുമ്പോൾ അസഹനീയമായ വേദന ഉണ്ടാവുകയും ചെയ്തു. ഇതിൽ പ്രകോപിതനായാണ് എന്റെ മുറിവേൽപ്പിച്ചവരെ എവിടെ എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ടാണ് ഈ ചിൽഡ്രൻസ് ഹോമിന്റെ ഓഫീസിൽ ഇരുന്ന ചുറ്റിക എടുത്തുകൊണ്ട് ഈ അങ്കിതിന്റെ തലയ്ക്ക് ഉറങ്ങിക്കിടക്കുകയായിരുന്നു അങ്കിതിന്റെ തലയടിച്ച് പൊട്ടിക്കുകയും ആ സമയം തന്നെ അവൻ കുഴഞ്ഞു വീഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിൽ പോലും അങ്ങേയറ്റം ഗുരുതരമായ ഒരു തലക്കടിയേറ്റ മുറിവ് അങ്ങേയറ്റം ഗുരുതരമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്കിത് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. എന്തായാലും പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജുവനൈൽ നിയമം അനുസരിച്ച് തന്നെ പോകുമെന്നാണ് നമ്മളോട് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് ജുവനൈൽ ജസ്റ്റിസ് അനുസരിച്ചുള്ള നിയമം ബാധകമാണ്. അതേസമയം കെയർടേക്കർമാർക്ക് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമൊന്നും ഇല്ലെങ്കിൽ പോലും അവരെയും ചോദ്യം ചെയ്യുമെന്നും കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം കെയർടേക്കർമാരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അങ്കിതിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. UP സ്വദേശിയാണ്. കഴിഞ്ഞ 2 വർഷമായി ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസിയാണ് അങ്കിത്. അതേസമയം കൊലപാതകം നടത്തിയ കുട്ടി 1 മാസമേ ആയിട്ടുള്ളൂ ഈ ചിൽഡ്രൻസ് ഹോമിലേക്ക് എത്തിയിട്ട്. എന്തായാലും നടപടിക്രമങ്ങൾ തുടരുന്നതേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം നമുക്കിടയിൽ കുറ്റവാളികൾ വർദ്ധിക്കുന്നതിനിടയിൽ ആണ് ഇത്തരത്തിൽ ഒരു ദാരുണമായ കൊലപാതകം കൂടി സംഭവിച്ചിട്ടുള്ളത്. അതും 12 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഈ കൊല നിർവഹിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനം.